ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ 4 സൈനികർക്ക് വീരമൃത്യു. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പ്രദേശത്ത് എത്തി ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ER രാകേഷ് ചേരും വിവരങ്ങളുമായി. രാകേഷ്, ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. മറ്റൊരു സൈനികന് കൂടി വീരമൃത്യു വരിക്കേണ്ടി വരുന്നു. 4 സൈനികരുടെ മരണം. ഇപ്പോൾ ആ ഭീകരരെ കണ്ടെത്താനുള്ള അതിലേക്കുള്ള തെരച്ചിൽ എത്രത്തോളം ഊർജിതമായി നടക്കുന്നു? എൽദോ, ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 4 ആയിരിക്കുകയാണ്. ലാൻസ് നായിക് ബീരേന്ദ്ര സിംഗ്, ലാൻസ് നായിക് കരൺകുമാർ, റൈഫിൾമാൻ ചന്ദൻ കുമാർ, റൈഫിൾമാൻ ഗൗതം കുമാർ ഇവരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ 3:45 കൂടിയാണ് ഈ പൂഞ്ചിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പ്രദേശത്ത് ഭീകരർക്കായുള്ള തെരച്ചിൽ സുരക്ഷാ സേന തുടരുന്നുണ്ട്. അതായത് ദേരാഖി ഗലി, ഒപ്പം തന്നെ ബുഫ്ലിയാസ്, ഈ മേഖലകൾക്കിടയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായി ബുധനാഴ്ച മുതൽ ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. തുടർന്ന് ഇവിടേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ ഒരു ട്രക്കിലും ജിപ്സിയിലും സുരക്ഷാ സേനാംഗങ്ങൾ അങ്ങോട്ട് പോകുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് 3:45 കൂടി ആക്രമണം ഉണ്ടാകുന്നത്. ഈ ജിപ്സിയിൽ സഞ്ചരിച്ചിരുന്ന സൈനികർക്ക് നേരെയാണ് ആക്രമണം. ഭീകരർ വെടിവെക്കുകയായിരുന്നു. സുരക്ഷാ സേന തിരിച്ചും വെടിയുതിർത്തെങ്കിൽ പോലും 3 സൈനികർ കൊല്ലപ്പെട്ടു, വീരമൃത്യു വരിച്ചു. പരിക്കേറ്റ ഒരു സൈനികൻ കൂടി ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ഏതായാലും ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ബുധനാഴ്ച മുതൽ ഇവിടേക്ക് കൂടുതൽ സൈനികർ എത്തുകയും ഇവർക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ശേഷം അവിടേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം ഒരു ട്രക്കിലും ജിപ്സിയിലുമായി ഈ പ്രദേശത്തേക്ക് തിരിച്ചത്. ഇതിനിടയിലാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോഴും ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു, ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പ്രദേശത്ത് സമീപകാലത്തുണ്ടാകുന്ന 2ാമത്തെ ഏറ്റവും വലിയ ആക്രമണമാണിത്. കാരണം പൂഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് രജൌരി ജില്ല. രജൌരി ജില്ലയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അന്ന് 2 ക്യാപ്റ്റന്മാരടക്കം 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതിന് സമാനമായ രീതിയിൽ വീണ്ടും ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ഏതായാലും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഭീകരരെ വളഞ്ഞിട്ടുണ്ട്, ഇവർക്കായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എൽദോ, രാകേഷ്, ഈ ഒരു അതിശൈത്യത്തിന്റെ ഒരു സമയം കൂടിയാണല്ലോ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മറപറ്റി ഭീകരാക്രമണം നടത്തുക മാത്രമല്ല, ഈ ആക്രമണം നടത്തിയ ഭീകരർ അത് എത്ര പേരുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ടോ സൈന്യം? എൽദോ, അത്തരത്തിലുള്ള വിവരങ്ങൾ ഏതായാലും സൈന്യം ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടില്ല. ഏതായാലും ഈ പ്രദേശത്ത് കൂടുതൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന ബുഫ്ലിയാസ് അടക്കമുള്ള മേഖലകളിൽ ഭീകരരുണ്ട് എന്ന രഹസ്യവിവരം സൈന്യത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആദ്യം അവിടെ തെരച്ചിൽ നടത്തുന്നതും പിന്നീട് സൈനിക സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഈ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും 4 സൈനികർ വീരമൃത്യു വരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഭീകരരുണ്ടെന്ന് ഈ ഘട്ടത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമില്ല. പക്ഷേ കൂടുതൽ പേരുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് എൽദോ സൂചിപ്പിച്ച പോലെ സാധാരണ ഗതിയിൽ ഈ ശൈത്യകാലത്താണ് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റങ്ങൾ അടക്കം നടക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിർത്തി കടന്നെത്തിയ ഭീകരരാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇവർക്കുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ തുടരുകയാണ്.